എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചർച്ചയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ബിഗ് ബോസ് എഡിറ്റഡ് ആണോ, സ്ക്രിപ്റ്റഡ് ആണോ, അതിൽ സംഭവം ഒരാൾക്ക് വേണ്ടി പക്ഷാഘാതം നടത്തുന്നുണ്ടോ, പക്ഷഭേദം ചെയ്യുന്നുണ്ടോ, അങ്ങനെ പല പല ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയി ബിഗ് ബോസ് മുന്നോട്ട് പോവുകയാണ്. എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡാണ്. എൻ്റെ അറിവിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചാടിക്കറി കമൻ്റ് ഇടാൻ വരട്ടെ. അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് വേണം ബിഗ് ബോസ് നടന്നു വരാൻ. അതിൻ്റെ അണിയറ പ്രവർത്തകർ ചെയ്യുന്നൊരു സ്ക്രിപ്റ്റ് അവിടെ ഉണ്ടാകും. അതിൻ്റെ പിന്തുടർച്ചയാണ് എന്ത് ചെയ്യുന്നത്, അതിലെ മത്സരാർത്ഥികൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇന്ന് ആ ബിഗ് ബോസിൻ്റെ ഇന്ന് വീഡിയോ ലൈവായിട്ട് പോവുകയാണെന്ന് വെച്ചോ. ഇന്ന് ലൈവാണ്. ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാളത്തെ പ്രൊമോ വരും. ഇന്ന് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ നാളത്തെ പ്രൊമോ എങ്ങനെ വരും? നാളെ ആയില്ലല്ലോ. 24/7 ലൈവ് എന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് വീഡിയോ കഴിഞ്ഞ് നാളെ വീഡിയോ എടുത്താലല്ലേ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരാൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വരുന്നു, വീട്ടിലോ നാട്ടിലോ, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടോ ഒരു ക്യാമ്പയിനോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ സംഭവം അവിടെ നടത്തുന്ന സംഭവങ്ങൾ കൊള്ളൂല. അതുകൊണ്ടാണല്ലോ ഇത് വരുന്നത്, നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഷോനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അവർക്ക് അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് തിരുത്താൻ പറ്റും. കാരണം അത് ആ വീഡിയോ അന്നേരം ഇടുന്നില്ല, പിറ്റേ ദിവസമാണ് ഇടുന്നത്. അതുകൊണ്ടാണല്ലോ പ്രൊമോ ഒക്കെ വരുന്നത്. ഇന്നലെ രാത്രിത്തെ പരിപാടി മോഹൻലാൽ വന്നിട്ട് പരിപാടി നടത്തി. ഇന്ന് രാത്രിയാണ് അത് നടക്കുന്നതെന്നാണ് പറയുന്നത്. അല്ല, ഇന്നലെ രാവിലെ ഒന്നും ലൈവ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, ഇന്നലെ രാവിലെ മുതൽ മോഹൻലാലിൻ്റെ 2 ഷെഡ്യൂളായിട്ട് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്നും ഇന്നലെയായിട്ട് ആ ഷോ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിൽ പരസ്യം അവരിടുന്നുണ്ട്. ആ സമയത്തൊന്നും ഇത് കാണിക്കൂല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഈ പരസ്യം വരുന്ന സമയത്തൊക്കെ അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, ബിഗ് ബോസ് എഡിറ്റഡ് ആണ്. സ്ക്രിപ്റ്റഡ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് ആരുടേതാണ്? ബിഗ് ബോസ് അണിയറ പ്രവർത്തകരുടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പോരാത്തതിന് എഡിറ്റഡുമാണ്. അതാണ് ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിനുള്ളിൽ നടക്കുന്ന ഓരോരോ വിഷയങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ കാണികൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൊള്ളും. അതാണല്ലോ, അതാണ് ആ പരിപാടിയുടെ വിജയം. ഇതുവരെ നടന്ന സീസണുകളിലെല്ലാം അങ്ങനെയാണ് സംഭവിച്ചത്. ഒരുത്തൻ കൂക്കി വിളിച്ച് നടന്നു, അവൻ്റെ പുറകെ കുറേ എണ്ണം പോയി. ഇപ്പോൾ ഓനുമില്ല, ആ പുറകെ പോയവരും ഇല്ല. അതിനു മുമ്പ് ഒരുത്തൻ ഒറ്റപ്പെട്ട് നിന്നു, അതിൻ്റെ പുറകെ കുറേ എണ്ണം പോയി. അപ്പോൾ അയാളിപ്പം ഇല്ലേ ഇല്ല. ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത ഈ ഒരു സീസണിൽ ആരെങ്കിലും വരും ആക്രോശിച്ചുകൊണ്ട് നഞ്ഞിട്ട് വരും. ആ സമയത്ത് നമ്മൾ അവരെപ്പരം പോകും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ അവരെ തിരിഞ്ഞു നോക്കൊന്നുമില്ല. പിന്നെ അവന് ചീത്തയാവും, നല്ലതാവും, ചിലപ്പോൾ മോശമാവും, ചിലപ്പോൾ സിനിമയിലെത്തും, വലിയ സംഭവമാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താവും? പിന്നെ വേറെ ആൾ വരും. അപ്പോൾ വേറെ ആൾ പുറകെ പോകും. ഇത് ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.